നിങ്ങൾ ഈ ഒരു സംഭവം പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ഐഫോൺ നന്നാക്കാൻ വേണ്ടി നമ്മൾ അവരുടെ സർവീസ് സെന്ററിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് പുതിയ ഒരു ഐഫോൺ വാങ്ങാനുള്ള റിപ്പയർ കോസ്റ്റ് ആണ് അവര് ബില്ലിലൊക്കെ എഴുതി തരുന്നത്. എന്തുകൊണ്ടാണ് ഐഫോണുകൾക്ക് ഇത്രയും അധികം റിപ്പയർ കോസ്റ്റ് ആവുന്നത്? അതായിരിക്കും ഈ വീഡിയോയിലൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ആപ്പിളിനെ തന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവർക്കും അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഒക്കെ ഉണ്ട്. റിപ്പയർ കോസ്റ്റ് കൂടുന്നതൊക്കെ നമ്മൾ ഇവിടെ കാണുന്നൊക്കെ ഉണ്ട്. പക്ഷെ പണ്ടൊരു ഐഫോൺ റിപ്പയർ ചെയ്യുന്ന കോസ്റ്റ് ഒന്നുമല്ല ഇപ്പോഴത്തെ ഐഫോണിന്. അത് നമുക്കൊന്ന് ആദ്യം നോക്കാം. ആദ്യം തന്നെ നിങ്ങളിവിടെ നോക്കുവാണ് ഐഫോൺ 2G പറഞ്ഞ ആദ്യത്തെ ഐഫോണും പിന്നെ ഐഫോൺ 13 Pro Max തൊട്ട് നിങ്ങൾ ഇപ്പം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വളരെയധികം മാറ്റങ്ങളാണ്. രണ്ട് ഫോണുകളുടെ കമ്പോണൻസുകളും പിന്നെ ഈ ഫോണുകളുടെ പലതരം പാർട്സും ഇതൊക്കെ ചേഞ്ച് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പഴയ ഐഫോൺസ് ഒക്കെ സുഖമായിട്ടൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും, സുഖമായിട്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ പാർട്സും ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഐഫോണുകൾ വളരെ അധികം കോംപ്ലക്സ് ആണ്. ഈ ഫോണിന്റെ ഡിസൈൻ, അതിന്റെ അകത്തുള്ള പല പാർട്സും പിന്നെ പലതരം കമ്പോണൻസും ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലേബർ കോസ്റ്റ് കൂടുന്നൊക്കെ ഉണ്ട്. ഇത് തന്നെയാണ് ഇവരുടെയൊക്കെ ലേബർ കോസ്റ്റ്. ഇവരുടെ ഫോണുകൾ ഒരു പാർട്ടാണെങ്കിൽ വേറെ പാർട്ടായിട്ടൊക്കെ ഇന്റിഗ്രേറ്റഡ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പലതരം ഇവിടെ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഫോണൊക്കെ റിപ്പയർ ചെയ്യുമ്പം. അപ്പൊ അതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റ് ഇവിടെ കൂടുന്നൊക്കെ ഉണ്ട്. സാധാരണ നിങ്ങളിവിടെ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ വലിയ വലിയ ഫാക്ടറികളിലൊക്കെയാണ്, അവിടെ മാസ് പ്രൊഡക്ഷൻ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അധികം ലേബർ കോസ്റ്റ് ഒന്നുമില്ല. പക്ഷെ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഫോൺ ഇതൊക്കെ കാണിക്കാൻ പോകുമ്പോൾ ലേബർ കോസ്റ്റ് ഒക്കെ കൂട്ടും. അപ്പൊ ഇത് തന്നെയാണ് ഇവിടുത്തെ ഫസ്റ്റ് റീസൺ. കമ്പോണൻസുകളൊക്കെ ഇപ്പം ഭയങ്കര കോംപ്ലക്സ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും. പക്ഷെ അത് തന്നെയല്ല, ഈ കമ്പോണൻസുകളുടെ പ്രൈസും ഇപ്പം മേടി പോകുന്നുണ്ട്. പണ്ടൊരു ഐഫോൺ 6 ഇപ്പം യൂസ് ചെയ്ത സ്ക്രീൻ ഒന്നും അല്ല നിങ്ങളിപ്പോ 13 Pro Maxും 13 Proയിലൊക്കെ യൂസ് ചെയ്യുന്നത്. വളരെയധികം വലിയൊരു ചേഞ്ച് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാനൊക്കെ ആവുന്നത്. ഇവിടെ നിങ്ങൾക്ക് OLED സ്ക്രീൻ ആയിരുന്നു, അതിന്റെ നിങ്ങൾക്ക് LCD സ്ക്രീൻ ഒക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ചെറിയ ഒരു ക്രാക്ക് വരെ ഇപ്പം വന്നതിന് നിങ്ങൾക്ക് ഫുൾ ആ ഒരു ഡിസ്പ്ലേ പാനൽ തന്നെ വാറണ്ടിയൊക്കെ വരുന്നുണ്ട് ഈ പുതിയ പുതിയ ഐഫോണുകളിൽ. ഇവിടെ മൊത്തം ഇന്റിഗ്രേറ്റഡ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇഷ്യൂകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. ലേബർ കോസ്റ്റ് തന്നെയല്ല, ഓരോ ഈ പാർട്സിന്റെ ഒക്കെ വില ഇവിടെ കൂടിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ നിങ്ങളുടെ റിപ്പയർ കോസ്റ്റ് ഒക്കെ കൂടുന്നുണ്ട്. അത് തന്നെ കൂടാതെ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയുകയാണ്. പണ്ടത്തെ മാക്ബുക്സ് ഒക്കെ റിമൂവബിൾ ബാറ്ററീസ് ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ റിപ്പയർ ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് മൊത്തം അഴിച്ചിട്ട്. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങൾ മാക്ബുക്സ് നോക്കാൻ നോൺ റിമൂവബിൾ ബാറ്ററീസിലൂടെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റിപ്പയറിംഗിലായാലും ആ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും. പിന്നെ ഫോണുകളിനകത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും ഐഫോൺസ് ആദ്യമേ പോലെ തന്നെ നോൺ റിമൂവബിൾ ഒക്കെ ആയിരുന്നു. പക്ഷെ ആൻഡ്രോയിഡ് ഫോണുകളിനകത്ത് ഇപ്പം വെയർ കോസ്റ്റ് ഒക്കെ കൂടാനുള്ള റീസണും കൂടെ ആയിരുന്നു നോൺ റിമൂവബിൾ ബാറ്ററീസിന്റെ. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ പണ്ടത്തെ നിങ്ങളുടെ മാക്ബുക്കിന്റെ റിപ്പയറും പിന്നെ ഇപ്പോഴത്തെ മാക്ബുക്കിന്റെ റിപ്പയറും ഫുള്ളി ഒക്കെ മാറിയിട്ടുണ്ട്. പണ്ടത്തെ മാക്ബുക്കിന്റെ ഒക്കെ പാർട്സും പിന്നെ ഇപ്പോഴത്തെ മാക്ബുക്കിന്റെ ഒക്കെ പാർട്സും മൊത്തത്തിൽ തന്നെ മാറിയിട്ടുണ്ട്. വലിയൊരു ചേഞ്ച് ആണ് നമുക്ക് ഇവിടെ കാണാനൊക്കെ സാധിക്കുന്നത്. അത് തന്നെയാണ് ഐഫോൺസിന്റെ ഒരു കാര്യം കൂടെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിൾ സെൽഫ് സർവീസ് റിപ്പയർ പ്രോഗ്രാം ഒക്കെ ലോഞ്ച് ചെയ്തായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഐഫോൺസ് നന്നാക്കാനുള്ള ടൂൾസും ഇതുമൊക്കെ മേടിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ ചീപ്പാണ് നിങ്ങൾ ഒരാൾ ആയിട്ട് നിങ്ങൾ ഫോണൊക്കെ നിങ്ങൾ റിപ്പയർ ചെയ്യാൻ കൊടുക്കുവാണെങ്കിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഈ ഒരു ഫോൺ ഒക്കെ റിപ്പയർ ചെയ്യണമെങ്കിൽ കൂടുതൽ എക്സ്പെൻസീവ് ഒക്കെ ആയിരിക്കും. പിന്നെ അത് തന്നെയല്ല, ഇവിടെ നിങ്ങളുടെ ബുദ്ധിയും കൂടെ ഒരു ഫാക്ടർ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഫോണൊക്കെ എങ്ങനെ റിപ്പയർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഇതുപോലത്തെ ഒരു സ്കീം അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ സെൽഫ് റിപ്പയർ പ്രോഗ്രാം എന്ന് പറയുന്ന സംഭവം. ഇവിടെ നിങ്ങൾക്ക് ഇവരുടെ ടൂൾസും ഇതൊക്കെ മേടിക്കാനൊക്കെ പറ്റും. ഫോൺ ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടി, ഫോണും ഇതൊക്കെ ഊരാൻ വേണ്ടിയൊക്കെ തന്നെ. പിന്നെ അടുത്ത കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഇവര് ആപ്പിൾ കെയർ പ്ലസ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ടൈപ്പ് വാറന്റി ആണെന്ന് നമുക്കിവിടെ പറയാനൊക്കെ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ നെറ്റ്ഫ്ലിക്സും ഇതും ഒക്കെ എടുക്കാറുണ്ടായിരിക്കും ഒരു വർഷത്തേക്ക് വേണ്ടി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് അങ്ങനെ ഒരു വർഷം 2 വർഷത്തേക്ക് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൾ കെയർ പ്ലസ് ഒക്കെ എടുക്കാനൊക്കെ പറ്റും. ഇത് എടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും നിങ്ങളുടെ ഫോൺ ഇപ്പൊ ഡാമേജ് ആയെന്ന് വെച്ചോ, അതിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ ഫുൾ ഫോണൊക്കെ റിപ്പയർ ആക്കാൻ പറ്റും. ഇപ്പൊ സ്ലൈറ്റ് വല്ല ഡാമേജസ് ആണെങ്കിൽ അതുപോലെ ഇപ്പൊ ഫോണൊക്കെ വെള്ളത്തിൽ പോയി അല്ലെങ്കിൽ മണ്ണിനകത്തൊക്കെ വീണെങ്കിൽ നിങ്ങൾക്ക് ഒരു പകുതി ഇപ്പൊ പ്രൈസ് ഒക്കെ പേ ചെയ്യേണ്ടി വരും.
ആപ്പിളിന് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ വരുമാനമൊക്കെ വരുന്നത് ഐഫോൺസിൽ നിന്നാണ്. അതിനുശേഷം അവർക്ക് ഇതുപോലത്തെ സർവീസസിൽ നിന്നാണ്. ഇപ്പൊ ആപ്പിൾ TV ആയിക്കോട്ടെ, ആപ്പിൾ കെയർ പ്ലസ് ആയിക്കോട്ടെ, ഇതുപോലത്തെ ഓരോ ഈ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സർവീസിലൂടെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനമൊക്കെ വരുന്നത്. വളരെ രണ്ടാമത്തെ സ്ഥാനത്തില്. പിന്നെ മൂന്നാം സ്ഥാനത്തിലാണ് മാക്ബുക്കും ഈ ഐപാഡും ഇതുമൊക്കെ വരുന്നത്. അപ്പൊ ഇതിലും അവർ നല്ല രീതിയിലൊക്കെ ബിസിനസ്സും ഇതൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ അവർ സംഭവം കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1 വർഷത്തെ ഒരു വാറന്റി കിട്ടും. പക്ഷെ ചിലവർക്ക് എടുക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അവർക്ക് ഒരു യൂസും ഉണ്ടാകാറൊന്നുമില്ല. കാരണം അവരുടെ ഫോണിനകത്ത് ഒരു കംപ്ലൈന്റ് പോലും ഇല്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഐഫോൺസ് ഇവിടെ കൂടുതൽ എക്സ്പെൻസീവ് ഒക്കെ ആവുന്നത്. ഇപ്പൊ ഒരു ഐഫോൺ $1000 $1300 ഒക്കെ ആയിരിക്കും ഇപ്പോഴത്തെ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഐഫോൺസ് ഒക്കെ എക്സ്പെൻസീവ് ആവുന്നത്. പിന്നെ റിപ്പയറും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വല്ലാതെ തന്നെ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.